സാറിൻ്റെ എക്സാമിനേഷൻ കൂടി കഴിഞ്ഞാൽ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയക്കായിരുന്നു. മാർട്ടിന് സ്ഥലമുള്ളൂ. ഇവിടുത്തെ ജോലിക്കാരാ, അവരാദ്യം കണ്ട. നിങ്ങൾ കുറച്ചു നേരം പുറത്തു പോയി വെയിറ്റ് ചെയ്യും. സാറിന്ന് ലീവായിരിക്കുന്നല്ലേ പറഞ്ഞേ? ലീവാണ്, പക്ഷേ ഇന്ന് രാവിലെ ജയറാം സാർ വിളിച്ചിട്ട് ഇവിടം വരെ ഒന്ന് വന്നിട്ട് പോകാൻ പറഞ്ഞു. ഈ മരിച്ച കക്ഷി അത്യാവശ്യം പോപ്പുലറായ ഒരു ആർട്ടിസ്റ്റാണല്ലേ? നിനക്കറിയാവോ ഇയാളെ? ചെറിയൊരു പരിചയമുണ്ട്. ലൂക്കാന്നാ പേര്. ഒരു 2-3 മാസമായി കാണും. ഇയാളും ഇയാളുടെ സുഹൃത്തുക്കളും ചേർന്ന് ബിനാലയുടെ ഭാഗമായിട്ടേ ഒരു പരിപാടി നടത്തിയിരുന്നു. അതിൽ 1-2 വർക്കുകൾ കണ്ടിട്ട് കുറച്ച് പേർക്ക് കുരുപൊട്ടി, കുറച്ച് സീനൊക്കെ ഉണ്ടായി. അത് ശരി. അപ്പം നമ്മുടെ ഒരു പ്രസൻസ് അവിടെ ആവശ്യമായി വന്നു. എനിക്കായിരുന്നു ചാർജ്. നിങ്ങൾ എത്ര ആളായി ഇവിടെ? ഏതാണ്ട് ഒരു 5 വർഷമായി കാണും സാറേ. ലൂക്കാ കുഞ്ഞിൻ്റെ അമ്മ മരിച്ച മുതൽ ഞങ്ങളിവിടെ ഉണ്ട്. ഇന്ന് രാവിലെ എന്താണ്ടായത്? ഞങ്ങൾ വന്നപ്പോൾ കഥ തുറന്ന് കിടക്കായിരുന്നു. പിന്നെ ഞാൻ അടുക്കളയിൽ പോയി കാപ്പി ഇട്ടുകൊണ്ട് വന്നപ്പോൾ സാറ് മുറിയിലുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്ന് നോക്കിയപ്പോൾ എന്നെ കരച്ചിൽ കേട്ടപ്പോൾ ഇങ്ങനെ ഡോക്ടറെ പോയി വിളിച്ചോണ്ട് വന്നത്. സാറേ, ഡോക്ടർ വന്ന് നോക്കിയിട്ടാ പറഞ്ഞ ലൂക്കാ കുഞ്ഞ് പോയത്. ഞാൻ വന്നപ്പോൾ ഡോക്ടർ ഇവിടെ ഉണ്ടായിരുന്നു. സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടുണ്ട്. സഹിക്കാൻ പറ്റില്ല സാറേ. ഇന്നലെ ഇവിടെ നിന്ന് പോകുമ്പോൾ ഓർത്തില്ല ഇതുപോലെ കാണേണ്ടി വരുമെന്ന്. അപ്പൊ നിങ്ങൾ ഇവിടെ അല്ലേ താമസം? അല്ല സാറേ, ഇവിടെ അടുത്തൊരു കോളനിയിലാണ്. ഈ കിഴക്ക് മൂലയിൽ നിന്ന് മാറി സന്ധ്യക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് ഞങ്ങൾ പോവും. സാറിന് ഇവിടെ ഒറ്റയ്ക്കാണ് ഇഷ്ടം. അപ്പോൾ സാധാരണ നിങ്ങൾ എത്ര മണിക്കാണ് വരാറ്? ഏതാണ്ട് ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ വരും. നേരം വെളുക്കുമ്പോൾ തന്നെ കുഞ്ഞ് സൈക്കിളിൽ ഓട്ടാൻ പോകുന്നൊരു ശീലമുണ്ട്. രാത്രിയിൽ വരയംകുരിയിലൊക്കെ ആണെങ്കിൽ എല്ലാ ശീലവും തെറ്റും. എവിടെയെങ്കിലുമൊക്കെ കിടന്നാണ് ഉറങ്ങണത്. കഥകും തുറന്നിട്ടേച്ചു. അടച്ചിട്ടാണ് പിന്നെ വിളിക്കണ്ട. ആ, എത്ര മുട്ടിയാലും തുറക്കില്ല. ഈ ലൂക്കയുടെ അച്ഛനും അമ്മയും ബന്ധുക്കളൊക്കെയോ? കുഞ്ഞിന് 6-7 വയസ്സുള്ളപ്പോൾ അപ്പം മരിച്ചെന്നാണ് കേട്ടത്. പിന്നെ അമ്മയും മോനും മാത്രമായപ്പോൾ അവർ വലിയ കൂട്ടായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എന്തോ അസുഖം വന്ന് അമ്മയും പോയി. അത് കുഞ്ഞിനെ വല്ലാണ്ട് ബാധിച്ചു. പിന്നെ എന്തൊക്കെയോ ചികിത്സയെ കഴിഞ്ഞിട്ടാ കുഞ്ഞ് നേരെ ചൊവ്വയായത്. അതൊക്കെ കൊണ്ട് തന്നെയാ ശിവനാശൻ ഞങ്ങളിവിടെ ആക്കിയത്. കുഞ്ഞിനെ വരയെക്കുറിയൊക്കെ പഠിപ്പിച്ച ആളാ. സാറേ, അതുകൊണ്ട് തന്നെ ആശാനും പെയിന്റ് അടിക്കുന്ന കുറേ പിള്ളേരും ഞങ്ങളുടെ കോളനിയിൽ കുഞ്ഞുമോനും മാത്രമാണ് ആകെയുള്ള കൂട്ട്. ഈ പിള്ളേരെല്ലാവരും കൂടി ഈയിടെ ഞങ്ങളുടെ കോളനി ഒഴിപ്പിക്കുമ്പോൾ ശ്രീസായി എന്നിവരുടെ കമ്പനിയുമായിട്ടൊന്ന് മുട്ടി. അവരുടെ മതിലേൽ ഞങ്ങളുടെ പടമൊക്കെ വരച്ചു വെച്ച് കുറച്ച് അലമ്പൊക്കെ ആയായിരുന്നു. അതല്ലാതെ കുഞ്ഞിന് വേറെ ശത്രുക്കളുള്ളതായിട്ട് ഞങ്ങൾക്കറിയില്ല. പിന്നെ 2-3 മാസമായിട്ട് സാറിൻ്റെ കൂടെ ഒരു പെങ്കൊച്ചുണ്ടായിരുന്നു ഇവിടെ. നിഹാരിക എന്നായിരുന്നു പേര്. വലിയ ഇഷ്ടത്തിലായിരുന്നു രണ്ടുപേരും, കളിയും ചിരിയൊക്കെ ആയിട്ട്. സാറാ കൊച്ചിനെ കല്യാണം കഴിക്കുമെന്നായിരുന്നു ഞങ്ങൾ കരുതിയത്. 2-3 ആഴ്ച മുൻപ് ഞങ്ങളിവിടെ വന്നപ്പോൾ ആ കൊച്ചിവിടെ ഇല്ല. സാറിനോട് ചോദിച്ചപ്പോൾ ബാംഗ്ലൂർക്ക് തിരിച്ചു പോയെന്ന് പറഞ്ഞു. ആ കൊച്ചു പോയതിന് ശേഷം കുഞ്ഞിനൊരു ഇതില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ഇന്നലെ ഇറങ്ങാൻ നേരത്താണ് സാറിനൊന്ന് നേരെ ചൊവ്വയായി കണ്ടത്. അപ്പോൾ മുഖത്തിനൊക്കെ നല്ല തെളിച്ചു വരുന്നു സാറേ. അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണങ്ങളുണ്ടായിരുന്നോ? ഇന്നലെ വൈകിട്ട് ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുമ്പോൾ ഒരു കൊറിയർ വന്നായിരുന്നു. ആ കൊച്ചേണ്ട അയച്ചതെന്നാണ് തോന്നുന്നത്. ഞാനീ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ട്രേസ് ചെയ്യണം. ശിവൻ, നിഹാരിക, ശ്രീസായി ബിൽഡേഴ്സ്. ഓക്കെ സാർ. കഴിഞ്ഞു ഫാത്തിമ, നീ റെഡി ആയിക്കോ. പിന്നെ ഞാൻ ഇറങ്ങും. എനിക്ക് ഫാത്തിമയുടെ കൂടെ അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോകാനുണ്ട്. നീ മൊത്തത്തിലൊന്ന് അരിച്ചു പറക്കണം. എന്തെങ്കിലും സസ്പീഷ്യസ് ആയിട്ട് കാണുവാണെങ്കിൽ എന്നെ വിളിക്കും.
പിന്നെ ഇൻക്വസ്റ്റ് തയ്യാറായി കഴിഞ്ഞാൽ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയച്ചേക്കാം. ബന്ധുക്കൾ ആരെങ്കിലും വരുവാണെങ്കിൽ മൊത്തത്തിലൊന്ന് അന്വേഷിച്ച് കൺഫേം ചെയ്തിട്ട് പ്രൊസീഡ് ചെയ്താൽ മതി. ആരെയും ഇവിടെ കിടന്ന് കറങ്ങാൻ സമ്മതിക്കണ്ട. ആർട്ട് വർക്കൊക്കെ നല്ല വിലയുള്ളതായിരിക്കും. അപ്പോൾ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ സീൽ ദ പ്ലേസ്. ഓക്കെ, പിന്നെ വൈകിട്ട് വിളിക്കാം. നാളെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്നിരിക്കാം. ആ സാറേ, വൈകിട്ട് മോളുടെ ബർത്ത്ഡേയുടെ കാര്യം മറക്കണ്ട. ഒരു 7-8 മണിയാകുമ്പോൾ വന്നേക്കും. ഓക്കെ, മറന്നിട്ടില്ല. ഓക്കെ സാറേ, ഞാൻ ജയറാം സാറാ. സാർ, അക്ബർ എന്തായി? ഒരു ഇനീഷ്യൽ എൻക്വയറി തുടങ്ങി വെച്ചിട്ടുണ്ട് സാർ. ഇന്നത്തേക്ക് ഇനി അലോഷി നോക്കോളൂ. ഓക്കെ അക്ബർ, മീഡിയ ഒക്കെ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. അവരുടെ വേർഷൻ തുടങ്ങുന്നതിന് മുമ്പ് വി ഷുഡ് ഹാവ് എ ബേർഡ്സ് ഐ വ്യൂ ഓൺ ദിസ് ഇഷ്യൂ. നാളെ വീട്ടിൽ ഞാനും അലോഷി ഒന്നുകൂടെ ഇറങ്ങുന്നുണ്ട്. അപ്പോഴേക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് റെഡി ആവേണ്ടതാണ്. ശരി, അപ്പോൾ താൻ ഇറങ്ങിക്കോ. വൈകിട്ട് കാണാം നമുക്ക്. ഓക്കെ സാർ, റൈറ്റാണ്. ആൻഡ്രു ചേട്ടാ, അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി വാങ്ങിച്ചിട്ട് അവരെ പറഞ്ഞോട്ടെ. ഓക്കെ സാർ. ഓക്കെ, ശരി. നിങ്ങളിത് ശരിക്കും ആലോചിച്ച് തന്നെയാണോ? അല്ല, സാധാരണ ഡിവോഴ്സ് ഫയൽ ചെയ്യാൻ വരുന്നവരോട് ഞങ്ങൾ ആദ്യം പറയാറുള്ളത് പ്രശ്നങ്ങളൊക്കെ ഒന്ന് ആദ്യം പരസ്പരം തുറന്ന് സംസാരിച്ച് സെറ്റിൽ ചെയ്യാനാണ്. പക്ഷെ നിങ്ങളുടെ ഇടയിലാണെങ്കിൽ പ്രശ്നങ്ങളുമില്ല. ഒന്ന് റീതിങ്ക് ചെയ്തൂടെ? ശരി, നിങ്ങൾക്കതിന് താല്പര്യമില്ലെങ്കിൽ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഇല്ല ചേച്ചി, ഞങ്ങൾ ഒരുപാട് ആലോചിച്ചാണ്. ഞങ്ങൾ നല്ല സുഹൃത്തുക്കൾ തന്നെയാണ്. ഞങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങളുമില്ല. ഈ ഡിവോഴ്സ് കഴിഞ്ഞാലും അതങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. ഫാത്തിമ, നിനക്കൊന്നും പറയാനില്ലേ? ഞാൻ പറഞ്ഞല്ലോ, ദ ഡിസിഷൻ ഇസ് യോഴ്സ്. ഒരു അഡ്വക്കേറ്റായിട്ട് ഞാൻ ഇതിന് കൂടെ നിൽക്കാം. ബട്ട് ആസ് എ ഗുഡ് ഫ്രണ്ട്, ഈ ഡിവോഴ്സ് ഒഴിവാക്കണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ചേച്ചി ഫയൽ ചെയ്തോളൂ. ഫാത്തിമ, ഞാൻ വരുമ്പോൾ ലേറ്റ് ആവും. നീ കഴിച്ചിട്ട് കിടന്നു. ഹായ്, ഇത് ആരിത്? ഹായ് മോളെ, ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഹായ്. എല്ലാവരും നേരത്തെ എത്തിയോ? എന്താ വൈകിയേ? കുറച്ച് ലേറ്റായി പോയി, അതാ വൈകി. അതറിയാലോ. ആർക്കും ഷുഗർ ഒന്നും ഇല്ലല്ലോ അല്ലേ? എനിക്കില്ല, അക്ബറിനുണ്ടാവാൻ സാധ്യതയുണ്ട്. കാണുന്ന പോലെയല്ല, നല്ല പ്രായമുണ്ട്. എന്നാലും ഫാത്തിമയെ കൊണ്ടുവരാത്ത ശരിയായില്ല. ഒരു കുഞ്ഞു കൊണ്ടുവന്ന മാറ്റങ്ങൾ അല്ലേടോ? അന്ന് ഇവർ ഈ കുഞ്ഞിനെ ദത്തെടുക്കാൻ തീരുമാനിച്ചില്ലായിരുന്നെങ്കിൽ ഇന്നും രണ്ടും കൂടി ആശുപത്രി മുഴുവനും കയറി ഇറങ്ങി ഡിപ്രഷൻ അടിച്ച് നടന്നേനെ. ഈ രക്തബന്ധമൊക്കെ വല്ലാതെ ഹൈപ്ഡാണെന്ന് ഉറപ്പിക്കാൻ ദേ ഈ 3 പേരെ കണ്ടാൽ മതി. ബന്ധവും സ്വന്തവും ഒക്കെ ഇവിടെയാണ് ഇരിക്കുന്നത്. മുന്തിരിച്ചാറിന് മുന്തിരിവാറ്റിനേക്കാൾ എഫക്റ്റ് ആണെന്ന് തോന്നുന്നില്ല സാർ. ഉള്ളിൽ തട്ടി പറയാൻ ഉള്ളിൽ കള്ള് വേണമെന്നൊന്നും ഇല്ലടോ. എനിവേ, ലെറ്റ്സ് കം ടു ആ ടോപ്പിക്. അലോഷി വിളിച്ചൊരു ബ്രീഫ് തന്നിരുന്നു. ഇന്ന് ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്ത മീഡിയക്കാർക്കൊക്കെ അത് വെച്ചൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. സോ വാട്ട്സ് യുവർ ഇനിഷ്യൽ തോട്ട്സ് അബൌട്ട് ഇറ്റ്? നിലവിൽ അങ്ങനെ ഒരു ക്ലാരിറ്റി ആയിട്ടില്ല സാർ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നവരെ കൺക്ലൂസീവ് ആയിട്ടൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. ഞാനും അത് തന്നെ അവരോട് പറഞ്ഞത്. ഇങ്ങോട്ടേക്ക് വരാൻ നേരത്ത് മോള് വന്ന് ചോദിച്ചിരുന്നു ലൂക്കയെ പറ്റി. കഴിഞ്ഞ ബിനാലേക്ക് അവളൊരു വോളണ്ടിയർ ആയിരുന്നു. ഒരു അസാധ്യ ഇൻസ്റ്റലേഷൻ ആയിരുന്നത്രേ ഈ ലൂക്ക അന്ന് ചെയ്തത്. പക്ഷേ ഈ കക്ഷിയെ സിറ്റിയിലെ നമ്മുടെ സ്ഥിരം സോഷ്യൽ സർക്കിൾസിലൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കുറച്ച് ഒതുങ്ങിയ ലൈഫ് സ്റ്റൈൽ ആയിരുന്നു എന്നാണ് തോന്നുന്നത്. അതെ സാർ, സർവൻസിനോട് ചോദിച്ചപ്പോഴും അവരും അത് തന്നെ പറഞ്ഞു. പിന്നെ ഇന്ന് ഈ കാര്യം പറഞ്ഞ് ആദ്യം വിളിച്ചത് മനോരമയിലെ നമ്മുടെ മനോജാണ്. ഈ ലൂക്കായെ കുറച്ച് നാൾ മുമ്പ് ഞാൻ റിസപ്ഷനിൽ കണ്ടിരുന്നു. കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ഏത് കണക്ഷനിലാണ് വന്നതെന്ന് അറിയില്ല. ഇതിപ്പോൾ ഓർക്കാൻ കാരണം അന്ന് ലൂക്ക അടിച്ച് ഫിറ്റായിട്ട് നമ്മുടെ JP സാറായിട്ടൊന്ന് കോർത്തിരുന്നു. ജയപ്രകാശ് ടൈംസിലൊക്കെ ഉണ്ടായിരുന്ന അത് തന്നെ സാർ, അത് ആള് നമ്മുടെ ഒരു ഗുരു ഫിഗറാണ്. അന്ന് ഈ ലൂക്ക JPയുമായിട്ട് എന്തൊക്കെയോ പറഞ്ഞ് ഒന്നും തള്ളുവായി ആകാലമ്പായി. പിന്നെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടിയാണ് പിടിച്ചു വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി. വല്ലാത്തൊരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരുന്നു JP എന്ന്. ഇതിന് വലിയ റെലവൻസ് ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ ആ സെർവൻസ് പറഞ്ഞതൊക്കെ വെച്ച് നോക്കുമ്പോൾ
ആൾക്കല്പം മൂഡ് സ്വിങ്സ് ഉള്ള കൂട്ടത്തിലാണ്. അങ്ങനെ ഒരു മോമെന്റിൽ എങ്ങാനും ആയിരിക്കും ഇത് സംഭവിച്ചിട്ടുണ്ടാവുക. ഓട്ടോപ്സി റിപ്പോർട്ട് പറയാനുള്ളത് എന്താണെന്ന് കൂടി നോക്കട്ടെ. കേരളോ, എന്താ സർ? just get inside. സർ, എടോ, we are genuinely concerned. അക്ബർ, ചില കാര്യങ്ങളുണ്ടല്ലോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കൈവിട്ട കളിയാ. തിരുത്താൻ പറ്റുന്ന ഒന്നല്ല. 8-9 മാസമല്ലേ ആയുള്ളൂ നീയും ഫാത്തിമയും കല്യാണം കഴിച്ചിട്ട്. കാര്യം എനിക്കറിയാം. എന്താ അവളുടെ പേര്? ജാനറ്റ്. ആ ജാനറ്റിനെ മറക്കാൻ കഴിയുന്നില്ല. അതുതന്നെയല്ലേ സംഭവം? സർ, ഞങ്ങൾ ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനമാണ് ഈ ഡിവോഴ്സ്. അതിലിനി ഒരു ഡിസ്കഷൻ വേണോ? വേണം അക്ബർ. ഇതിൽ നിനക്കും ഫാത്തിമയ്ക്കും മാത്രമല്ല ഇൻവോൾവ്മെന്റ്. ഞങ്ങൾ കുറച്ചുപേരും കൂടി ചേർന്നാ നിങ്ങളെ ചേർത്ത് വെച്ചത്. അതെന്താ നീ ഓർക്കാത്തത്? ഓർക്കാഞ്ഞിട്ടല്ല സർ, ഈ വിവാഹം തന്നെ ഒരു തെറ്റായിരുന്നു. അത് ഫാത്തിമയുടെയോ അമലേച്ചിയുടെയോ സാറിൻ്റെയോ ഒന്നുമല്ല. മൂവ് ഓൺ ചെയ്യാൻ പറ്റാതെ സ്റ്റക്കായി നിൽക്കുന്ന എൻ്റെ മാത്രം തെറ്റാണ്. അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ തിരുത്തുന്നതല്ലേ സർ നല്ലത്? തെറ്റ് തേങ്ങാക്കൊലയാണ്. ഓർമ്മകളില്ലാത്ത മനുഷ്യന്മാരൊന്നുമില്ല. അല്ലെങ്കിൽ വല്ല ആൽസൈമേഴ്സ് വരണം. ലൈഫ് പോകേണ്ടത് മുന്നോട്ടാടോ. സർ, ടു ബി ഓണസ്റ്റ്, ജാനറ്റിനെ കുറിച്ചുള്ള ഓർമ്മകളല്ല സർ എൻ്റെ പ്രശ്നം. അവൾ എന്തിനാ പിരിഞ്ഞു പോയെന്ന് അറിയാൻ കഴിയാത്തതിൻ്റെ ഒരു വീർപ്പുമുട്ടലുണ്ടല്ലോ, അതൊരു വല്ലാത്ത പെയിനാണ്. അതിനിടയിൽ എപ്പോഴും നിങ്ങളൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ ഫാത്തിമ ഒരു റിലീഫ് ആവുന്നൊരു തോന്നലും ഒന്നും പോയി. പക്ഷെ ഫാത്തിമ എന്ന് എനിക്കൊരു സൊല്യൂഷനല്ല. ഞാൻ അവൾക്ക് വലിയൊരു പ്രോബ്ലമാണ് സർ. ഐ നീഡ് ടു സെറ്റ് ഹർ ഫ്രീ. ഷീ ഡിസേർവ്സ് എ ബെറ്റർ ലൈഫ്. പിന്നെ നല്ലൊരു കപ്പിളായില്ലെന്നേ ഉള്ളൂ. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി തന്നെയാണ് പിരിയുന്നത്. മൈ ഫുട്ട്. നല്ല സുഹൃത്തിൽ നിന്ന് നല്ല പാർട്ട്ണറിലേക്ക് വലിയ ദൂരമൊന്നും ഇല്ലടോ. പിന്നെ എൻ്റെ പ്രായമൊക്കെ ആവുമ്പോൾ 10 മണിക്കൂർ കൂടെ കിടക്കാൻ ഒരാളെ അല്ല, 10 മിനിറ്റ് കൂടെ ഇരുന്ന് വർത്തമാനം പറയുന്ന ഒരു സുഹൃത്തിനെയാണ് ലൈഫിൽ ആവശ്യം. ആൻഡ് ഫാത്തിമ ഈസ് യുവർ ബെസ്റ്റ് ചോയ്സ്. ഗോട്ട് ഇറ്റ്? ജാനറ്റിനെ വഴിയിലിറക്കി വിടാൻ സമയമായിടോ. താൻ ശരിക്കൊന്ന് ആലോചിക്കുക. ഗുഡ് നൈറ്റ് സർ. ഓക്കെ സർ. ഓക്കെ. എടാ, ജയറാം സാറ് പറഞ്ഞ് JP ഇല്ലേ, അയാൾ സിറ്റിയിലുണ്ടോന്ന് ഒന്ന് നോക്കണം. ഉണ്ടെങ്കിൽ നമുക്ക് നാളെ അയാളെ ഒന്ന് പോയി കാണാം. ഓക്കെ. നാളെ രാവിലെ നീ വീട്ടിലേക്ക് വന്നാൽ മതി. ഓക്കെ മോളെ, ബൈ. ബൈ കൊടുത്തു മോളെ. ശരിടാ, അപ്പോൾ നാളെ. ശരി. പത്രമായ പത്രത്തിലല്ല ഇത് ന്യൂസാ സാറേ. ഈ ലൂക്ക എന്ന് പറഞ്ഞാൽ ഇത്ര ഫേമസ് ആണെന്ന് ഇപ്പോഴും അറിയില്ല. സാറേ, ആ JP ഉച്ചയ്ക്ക് ശേഷം 3 മണിയാകുമ്പോൾ കാണാന്നാ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആദ്യം ലൂക്കയുടെ വീട്ടിലേക്ക് പോകാം. ഓക്കെ. അനുചേട്ടാ, ആ സുധീഷിനെ വിളിച്ചിട്ട് താക്കോലും ഫയലും ഒക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് വരാൻ പറയാം. പിന്നെ ആ ഓട്ടോപ്സി റിപ്പോർട്ടിന്റെ കാര്യം എന്തായിരുന്നു എന്ന് അന്വേഷിക്കാനും പറയാം. അനു ചേട്ടാ, സാർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്തായി? ആയിട്ടില്ല സാറേ. ഉച്ചയ്ക്ക് സർജൻ തന്നെ നേരിട്ടെത്തിക്കാന്ന് പറഞ്ഞു. പ്രോമിനൻ്റ് ആയിട്ട് 4 ഫിംഗർ പ്രിൻസാണ് കിട്ടിയിരിക്കുന്നത്. അതിൽ 3 മാച്ചുണ്ട്. ലൂക്ക, മാർട്ടി, സലോമി. പക്ഷെ 4ാമത്തെ ഒരു ലേഡിയുടെ. അത് മിക്കവാറും നിഹാരികയുടേതായിരിക്കാനാണ് ചാൻസ്. നീ ഒന്ന് കൺഫേം ചെയ്തത്. ഓക്കെ സാർ. ചേട്ടാ ഒന്ന് പിടിച്ചേ.
ആ സാറേ. ഈ ഡയറിയാന്ന് തോന്നുന്നു. മാർട്ടി സലോമി ഇറങ്ങാൻ നേരത്ത് വന്ന കൊറിയർ. ആ ചേട്ടാ ഇതൊന്ന് പാക്ക് ചെയ്ത് തരാം. ഇത് ചിലപ്പോൾ പല ഡോട്ട്സും ഫില്ല് ചെയ്യാൻ സഹായിച്ചു. ഞാൻ പറയാം സർ. ഓഫീസിൽ നിന്ന് ഒരു 12 മണിയാകുമ്പോൾ ഓഫീസിലെത്താൻ പറ്റുമെന്ന് ജയറാം സാർ ചോദിച്ചു. നമ്മുടെ പോസ്റ്റ്മോർട്ടം സർജൻ ആ സമയമാകുമ്പോൾ അവിടുത്തെ. ഇപ്പം സമയം എന്തായി? ഇപ്പോൾ 11 മണി കഴിഞ്ഞു. ഇപ്പം തന്നെ എത്താൻ പറ. ശരി. ഹലോ. പിന്നെ അലോഷി, സാർ. നീ ഇന്നലെ പറഞ്ഞില്ലേ ഇയാളുടെ ഒരു ഇവന്റിന് നിങ്ങളുടെ പ്രസൻസ് ഉണ്ടായിരുന്ന കാര്യം? ആ എന്താ സംഭവം? അത് ഈ മൊത്തത്തിലുള്ള ഇപ്പോഴത്തെ ആൾദൈവങ്ങളെ കളിയാക്കിയിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. പുള്ളിക്കാരെ അവരെ മുണ്ട് മുതൽ കോണകം വരെ അടിച്ചു മാറ്റി വലിയൊരു ക്യാൻവാസ് ഉണ്ടാക്കി അവരെ പടം തന്നെ വരച്ചു. അതും ആ എക്സിബിഷന്റെ ഫ്രണ്ട് ഗേറ്റിൽ തന്നെ. പിന്നെ ഒരു വട്ടം വല്ലതും വേണം സാർ. അടിപൊളി. എന്നിട്ട് പിന്നീടൊന്നും സംഭവിച്ചില്ലേ? അവര് വേറെ വല്ല കോണവും മേടിച്ചാണ്, അല്ലാതെ എന്നെ നടക്കാനായി നാട്ടില്. എന്താ ചേട്ടാ? അല്ല, അവര് കുറെ മുദ്രാവാക്യം വിളിച്ചിട്ട് പോയെന്ന് പറയായിരുന്നു സാറേ. ആ തൊപ്പിങ്ങോണ്ട സർ. ഡോക്ടർ നേരിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇവരെ ആരെങ്കിലും വിട്ട് റിപ്പോർട്ട് എടുപ്പിച്ചേനെ. ഐ ഗെസ് വി ഹാവ് സംതിങ്. യെസ് സർ, വി ഹാവ് ക്വയറ്റ് സംതിങ്. വിഷം ഒളിച്ചെന്നാണ് ആള് മരിച്ചിരിക്കുന്നത്. അത് വായിലൂടെ തന്നെ. ഓഹോ. എന്ത് വിഷമാണെന്നുള്ള കൺക്ലൂഷൻ ഇപ്പോൾ ഇല്ല. പക്ഷേ ഇറ്റ് ലുക്സ് ലൈക്ക് എ സ്ലോ പോയ്സൺ. സ്ലോ എന്ന് പറയുമ്പോൾ കുറച്ച് ദിവസങ്ങൾ എടുത്തു എന്നല്ല, ലൈക്ക് എ സെഡേഷൻ. പതിയെ മയങ്ങി ആ മയക്കത്തടയിൽ സംഭവിച്ച വളരെ എഫേർട്ട്ലെസ് ആയ പെയിൻലെസ് ആയ ഒരു ഡെത്ത്. 99% ഇതൊരു ആത്മഹത്യ തന്നെ എന്നാണ് എൻ്റെ കൺക്ലൂഷൻ. അങ്ങനെ ഉറപ്പിക്കാൻ അത് മാത്രം മതി ഡോക്ടർ? പോരാ. There comes a second finding. ലൂക്ക വാസ് ഇൻ ഹിസ് ലാസ്റ്റ് ഡേയ്സ്. ലൂക്കയുടെ ജീവിതത്തിൽ ഏതാനും മാസങ്ങൾ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ആളുടെ ബ്രെയിനിൽ ഒരു ഓവർ മെച്യൂർഡ് മാലിഗ്നൻസി ഉണ്ടായിരുന്നു. Are you by any chance suspecting brain cancer? യെസ്. ആ ഗ്രോത്തിൻ്റെ ഒരു വിഷ്വൽ അനാലിസിസിൽ എനിക്ക് തോന്നുന്നത് ആൾക്ക് കുറച്ച് ആഴ്ചകൾ, കൂടിപ്പോയാൽ 1-2 മാസങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാ. സ്വന്തം മരണം ഭയന്നുള്ള സൂയിസൈഡിന്റെ പോസിബിലിറ്റി. സോ ഐ തിങ്ക് ദാറ്റ്സ് ഇറ്റ്. മീഡിയയോട് നമുക്ക് ഇത് പറഞ്ഞേക്കാം. എന്തു പറയുന്നു അക്ബർ? അയാളുടെ വീട്ടിലെ വർക്കുകളിലൊക്കെ വല്ലാത്തൊരു പോസിറ്റിവിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരാൾ ഒരു ഫൈറ്റിന് പോലും നിൽക്കാതെ പെട്ടെന്ന് സറണ്ടർ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ വിശ്വസിക്കാനൊരു ബുദ്ധിമുട്ട്. ടെർമിനലി ഇല്ലായ ഒരു രോഗി ഏറെക്കുറെ വേറൊരു വ്യക്തിയാണ് അക്ബർ. അയാളുടെ പാസ്റ്റിനെ വെച്ച് പ്രസന്റിനെ റീഡ് ചെയ്യുന്നതിൽ യാതൊരു കഥയുമില്ല. ഇഫ് യു ഗൈസ് ഹാവ് നത്തിങ് എൽസ്, ഷാൽ ഐ മൂവ്? യെസ് ഡോക്ടർ. സർ, ഹിയർസ് എ റിപ്പോർട്ട്. താങ്ക് യു ഡോക്ടർ. ഡോക്ടർ ഒരു സെക്കൻഡ്. ലൂക്കയുടെ ശരീരത്തിൽ എന്തെങ്കിലും പാടുകളോ പരിക്കുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? നത്തിങ് റെലവൻറ്റ്. അയാളുടെ ദേഹത്ത് അധികം ഉണങ്ങാത്ത 1-2 മുറിവുകളുണ്ടായിരുന്നു, അവിടെ എവിടേക്കായിട്ട്. അത് ആക്ച്വലി മുറിവുകളൊന്നും അല്ല, ചെറിയ പോറലുകൾ. എന്തായാലും അത് ഇന്നലെ ഉണ്ടായതല്ല. ഓക്കെ ഡോക്ടർ, താങ്ക് യു. എന്താടോ തന്നെ എന്തൊക്കെയോ ബോധർ ചെയ്യുന്നുണ്ടല്ലോ. ഈ തിയറിയിൽ എന്തെങ്കിലും ലൂപ്പ് ഹോൾസ് ഉണ്ടോ? ലൂപ്പ് ഹോൾസ് അല്ല സർ. പിന്നെ അവിടെ ജോലി ചെയ്യുന്നവർ പറഞ്ഞത് സംഭവത്തിന്റെ തലേ ദിവസം വൈകുന്നേരം അവരവിടുന്ന് പോരുമ്പോൾ കുറെ നാളുകൾ കൂടി ലൂക്കയുടെ മുഖത്ത് വല്ലാത്തൊരു തെളിച്ചം ഉണ്ടായിരുന്നു എന്നാണ്. അത് മാത്രമല്ല, കുറച്ച് നാളായിട്ട് അവിടെ ഒരു പെൺകുട്ടി താമസിക്കുന്നുണ്ടായിരുന്നു. അറിഞ്ഞിടത്തോളം അവർ തമ്മിലൊരു റിലേഷൻഷിപ്പിലായിരുന്നു എന്ന് വേണം കരുതാൻ. ഒരു 2 ആഴ്ച മുമ്പ് ഓൾ ഓഫ് എ സഡൻ ഈ പെൺകുട്ടി അവിടെ നിന്ന് പോയി എന്നാണ് അവരുടെ സ്റ്റേറ്റ്മെന്റ്. സോ ഈ പറഞ്ഞ കക്ഷിയൊന്നും കിട്ടിയിരുന്നെങ്കിൽ കാര്യങ്ങൾക്കൊക്കെ ഒരു ക്ലാരിറ്റി കിട്ടുമായിരുന്നു. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ യു പ്ലീസ് പ്രൊസീഡ്. തൽക്കാലം ഓട്ടോപ്സി റിപ്പോർട്ടിനെ കുറിച്ച് മാത്രം ഞാൻ പ്രശ്നോട് പറയാം. അല്ലെങ്കിൽ സ്വൈര്യം തരില്ല. അവരുടെ മൈൻഡും കുറച്ച് വർക്ക് ചെയ്യട്ടെ. അപ്പോൾ താൻ ചെല്ലേ. ഓക്കെ സർ. യാ. ആ മനോജ് പറഞ്ഞ കേസിൽ ലൂക്കയുടെ കൂടെ ഉണ്ടായിരുന്നായിരിക്കില്ലേ സർവൻസ് നമ്മളോട് പറഞ്ഞ പെൺകുട്ടി? ഒരു പക്ഷേ JP നമുക്കൊരു ലീഡ് കിട്ടിയേക്കും. അയാൾ വൈകിട്ട് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആണോ? ആ പിന്നെ ബോഡി ക്ലെയിം ചെയ്യാൻ റിലേറ്റീവ്സ് ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇതുവരെ ആരും എത്തിയിട്ടില്ല സാർ. കൂടുതൽ റിലേറ്റീവ്സ് ഒന്നും ഇല്ലാന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഇനിയിപ്പോൾ കേട്ടറിഞ്ഞിട്ട് ആരെങ്കിലും വരാൻ സാധ്യതയുണ്ട്. നമുക്കതും JP കാണാം. അവൻ ചത്തത് നന്നായി. കൂടെ കൊണ്ട് താമസിപ്പിച്ച് കൊലയ്ക്ക് കൊടുത്തവനേക്കാം. അവൻ ഒറ്റയൊരുത്തം കാരണം എൻ്റെ ഹമോള് ആത്മഹത്യ ചെയ്തത് എനിക്ക് ഉറപ്പുണ്ട്. ലൂക്കയുടെ കൂടെ താമസിച്ചിരുന്ന നിഹാരിയെ കുറിച്ചാണോ? ആ കുട്ടി ആത്മഹത്യ ചെയ്തോ? എപ്പോ? ഒരാഴ്ചയായി. കഴിഞ്ഞ വെള്ളിയാഴ്ചയായി. എവിടെ വെച്ച്? ബാംഗ്ലൂർ, അവളുടെ വീട്ടിൽ വെച്ചു. എന്നിട്ട് ഈ വിവരം നിങ്ങൾ ലൂക്കയെ അറിയിച്ചിരുന്നോ? എന്തിന്? അവനാരാ? ഓക്കെ, ബൈ ദ വേ മിസ്റ്റർ JP, നിങ്ങൾക്ക് എങ്ങനെ നിഹാരികയെ അറിയാം? മിസ്റ്റർ അക്ബർ, നിഹ എൻ്റെ മരുമകളാണ്. എൻ്റെ ഒരേ ഒരു അനിയത്തിയുടെ മകൾ. ഞാൻ വളർത്തിയ കുട്ടിയാവള്.
മരുമകളായിട്ടല്ല, സ്വന്തം മകളായിട്ട്. അവളെയാണ് സ്കൗണ്ടർ. വി ആർ യെറ്റ് ടു ഗെറ്റ് ഔട്ട് ഫ്രം ദ ഷോക്ക്. ആ സ്കൗണ്ടറിനെ പറ്റി ഒന്നും പറയാനില്ല. ബട്ട് നിഹ, ഞങ്ങൾ അടുപ്പുള്ളവരൊക്കെ അവളെ വിളിച്ചിരുന്നത് അങ്ങനെയാണ്. നിഹാരിക ബാനർജി. ബാനർജി? അതൊരു ബംഗാളി പേരല്ലേ? അതെ. ജയസുധ വിവാഹം കഴിച്ചത് ഒരു ബംഗാളിയാണ്, അശുതോഷ് ബാനർജി. ബംഗാളി റൈറ്ററാണ്. പഠിച്ചിരുന്ന കാലത്തുണ്ടായ പരിചയ. നെഹയുടെ 3ാമത്തെ വയസ്സിൽ ഹി പാസ്ഡ്. ഇറ്റ് വാസ് ആൻ ആക്സിഡൻറ്റ്. പിന്നെ അധികം നാൾ അവർ കൽക്കട്ട നിന്നില്ല. ബാംഗ്ലൂർ ഫിലോമിനാസിൽ ജയസുധയ്ക്ക് കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ ലെക്ചറായിട്ട് ജോലി കിട്ടി. അപ്പോൾ അവരോടെങ്കിൽ സെറ്റിൽ ചെയ്തു. നിഹ പഠിച്ചതും വളർന്നതൊക്കെ ബാംഗ്ലൂരാണ്. അമ്മ മാത്രം ഉണ്ടായിരുന്നതുകൊണ്ടായിരിക്കും ഒരല്പം സീരിയസ് ആയിരുന്നു അവൾ ചെറുപ്പം മുതൽ. അച്ഛനെ പോലെ എഴുതും വായനയൊക്കെ ആയിട്ട് അവളുടെ ഒരു ലോകത്ത്. സ്കൂളൊക്കെ കഴിഞ്ഞപ്പോൾ മുതൽ അവൾ അമ്മയുടെ വഴിക്ക് അക്കാഡമിക്സിലായി താല്പര്യം. പിന്നെ മാസ്റ്റേഴ്സ്, PhD. JP-യോടൊപ്പം കുറച്ച് ദിവസം ഇവിടെ താമസിക്കാനാണോ നിഹാരിക കൊച്ചിയിലേക്ക് എത്തിയത്? അല്ലല്ല, അവൾ വന്നത് PhD ആയിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്കായിട്ടാണ്. ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി ആയിരുന്നു അവളുടെ റിസർച്ച്. ഇവിടെ 2 മാസമായിട്ട് ക്യുസാറ്റിൽ അതുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകളിലായിരുന്നു. ഇവിടെയായിരുന്നു താമസം. അതിനിടയ്ക്കാണ് അവനെ കാണുന്നതും ഒരു ദിവസം അവൻ്റെ കൂടെ ഇറങ്ങി പോകുന്നത്. പോയതിനു ശേഷം നിങ്ങൾ അമ്മയെ കണ്ടിട്ടില്ലേ? അവിടെ ഇവിടെയൊക്കെ അവൻ്റെ ഒപ്പം നടക്കുന്നത് കണ്ടിട്ടുണ്ട്. അടുത്ത് കിട്ടിയ ദിവസം അവളെ തിരിച്ചു വിളിക്കാൻ ഞാൻ നോക്കിയിരുന്നു. പക്ഷേ കൂടുതൽ സംസാരിക്കാൻ അവൻ സമ്മതിച്ചില്ല. അവളെ വിളിച്ചിട്ട് പോയി. ഈ സംഭവം നടന്നത് ഡ്രീംസിൽ വെച്ച് നടന്ന ഒരു പാർട്ടിക്കിടയിലല്ലേ? അതെ. അത് നിങ്ങളെങ്ങനെ? ലൂക്ക നിങ്ങളുമായിട്ട് ഒരു പാർട്ടിക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കിയതൊക്കെ ഞങ്ങൾക്ക് അറിയാം. അതിനുശേഷം നിങ്ങൾ ലൂക്കയെ നിഹാരികയോ പിന്നീട് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ ഞാൻ അറിയുന്ന അവൾ ബാംഗ്ലൂർക്ക് തിരിച്ച് പോയിന്നാ. അവൻ്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലായിട്ടായിരിക്കും. പക്ഷെ തിരിച്ചു വന്നത് പഴയ നിഹ ആയിരുന്നില്ല. എപ്പോഴും മുറിക്കകത്തും പൂട്ടിയിരുന്ന് അവസാനം നിഹാരിക സൂയിസൈഡ് ചെയ്ത് എങ്ങനെയാ? വിഷം കഴിച്ചു. രാവിലെ ജയ പുറത്ത് കാണാതെ അകത്ത് കയറി നോക്കിയപ്പോൾ ഡീപ്പ് സ്ലീപ്പ് ലെവൽ അവൾ കിടക്കുകയായിരുന്നു. എല്ലാം അവൻ കാരണമാണ് സാർ. അവനാ അവളെ കൊന്നത്. റിലാക്സ് JP. ആൻഡ് സോറി ഫോർ യുവർ ലോസ്. സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത്. പക്ഷേ നമ്മളിത് അക്സെപ്റ്റ് ചെയ്തല്ലേ പറ്റൂ. ഏതായാലും 2-3 പ്രാവശ്യം കൂടെ നമ്മൾ കാണേണ്ടി വരും. കാരണം ഇതൊന്ന് സോൾവ് ചെയ്യുന്നതിന് ഒരുപക്ഷെ ഞങ്ങളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ കഴിയുന്നത് നിങ്ങൾക്കായിരിക്കും. ഓക്കെ? സോറി. സോറി. കുറുപ്പേ സർ, അയാളോട് നിഹാരികയുടെ ബാംഗ്ലൂർ അഡ്രസ് ഒന്ന് എഴുതി വാങ്ങിച്ചു. ബാംഗ്ലൂരല്ലേ? ആ. ഇയാൾ നമുക്ക് പണിയുണ്ടാക്കുമെന്നാ തോന്നുന്നത്. നിനക്കെന്തോ ബാംഗ്ലൂർ കണക്ഷൻസ് ഇല്ലേ? നീ ആ അഡ്രസ്സ് വെച്ച് ബാംഗ്ലൂരിലെ സ്റ്റേഷൻ ലൊക്കേറ്റ് ചെയ്യും. എന്നിട്ട് നിഹാരികയുടെ ഡെത്തിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുക. ഇനി അവർക്ക് പറയാനുള്ള കഥ എന്താണെന്ന് കൂടെ കേട്ടു നോക്കാം. ശരി. ആ, ഇതാ സാറേ ഡയറി. ആ എടാ, പിന്നെ ലൂക്കയുടെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ ഇന്നലെ പറഞ്ഞ ആശാൻ, ശിവൻ. ആളെ കിട്ടിയിട്ടില്ല. പുള്ളിക്ക് സ്ഥിരമായിട്ടൊരു സംഗതി ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ ആ കൺസ്ട്രക്ഷൻ കമ്പനി ഇല്ലേ, എന്താ ശ്രീസായി ബിൽഡേഴ്സ്, അവരുടെ കൺസേൺഡ് ആൾക്കാരെ ആരെങ്കിലും കിട്ടുവാണെങ്കിൽ അടുത്ത ദിവസത്തേക്ക് ഒരു അപ്പോയിൻമെൻ്റ് എടുത്ത് വയ്ക്കും. ഒന്നും അങ്ങനെ ഓപ്പൺ ആക്കി ഇടണ്ട. ശരി. എന്നാൽ നിങ്ങൾ വിട്ടു. നാളെ കാണാം. ലൂക്ക, നീ അവിടെ വളരെ ഡിസ്റ്റർബ്ഡ് ആണെന്ന് എനിക്കറിയാം. നീ വിഷമിക്കുന്നതിൻ്റെ 100 ഇരട്ടി പെയിനുണ്ട് എനിക്കിപ്പോൾ. ഒന്നാമത് നീ കൂടെയില്ല. എന്നെ കൂടെ ഇരിക്കാൻ സമ്മതിക്കാതെ ഇറക്കി വിടുകയും ചെയ്തു. അതുപോട്ടെ, നിന്നെ ഹാപ്പിയാക്കുന്നൊരു ഗിഫ്റ്റാണ് ഈ ലെറ്ററിൻ്റെ കൂടെ. പലതവണ ഒളിഞ്ഞു തെളിഞ്ഞൊക്കെ വായിക്കാൻ നോക്കി എൻ്റെ ആ ഡയറി ഇല്ലേ, അതാണ് സംഭവം. ഞാനൊന്ന് പറഞ്ഞില്ലായിരുന്നോ, ഇത് വായിക്കാനുള്ളൊരു പാകതയും പക്വതയൊക്കെ വരുമ്പോൾ ഇത് ഞാൻ നിനക്ക് തരുന്നു. പിന്നെ ഇതിൽ ഞാനും നീ മാത്രമേ ഉള്ളൂ. നമ്മൾ വഴക്കിട്ട് പരിചയപ്പെട്ട ആദ്യത്തെ ദിവസം എനിക്ക് തോന്നിയൊരു കൗതുകം.
അന്നത്തെ ഒരു ദിവസത്തെ തീരില്ല നമ്മുടെ പരിചയം എന്നൊരു തോന്നൽ. അതിൽ തുടങ്ങിയ എഴുത്താണ്. നമ്മുടെ ഇടയിൽ നടന്ന കുസൃതികളും ചെറിയ വഴക്കുകളും എൻ്റെ ചില തല്ലുകൊള്ളിത്തരങ്ങളും ഒക്കെ ഉണ്ട് ഇതിൽ. ഈ വിഷമമൊക്കെ മാറ്റി വെച്ചിട്ട് ഹാപ്പി ആയിട്ട് ഇത് മുഴുവൻ വായിക്കും. ഇതെല്ലാം ഒന്ന് റീവൈൻഡ് ചെയ്യും. കഴിയുമ്പോൾ നിനക്കെന്നെ കാണാൻ തോന്നും. അപ്പം ഇങ്ങ് പോരാ, നമുക്കെല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. നിഹ. ലൂക്ക, എന്തൊരു ഷോർട്ട് ടെമ്പേർഡ് ആടോ താനൊരു ആർട്ടിസ്റ്റ് അല്ലേ? കുറച്ച് വിമർശനങ്ങളൊക്കെ കേൾക്കാനുള്ളൊരു ക്ഷമ കാണിക്കണ്ടേ? എന്തോ ഒരു അലമ്പായിരുന്നു ഇന്നവിടെ. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇയാളൊരു കഥയില്ലാത്ത കക്ഷി. ഈ ദേഷ്യമൊക്കെ ചുമ്മാ ഫേക്കല്ലേ? താൻ ചിലപ്പോ എൻ്റെ നല്ലൊരു ഫ്രണ്ട് ആവാൻ സാധ്യതയുണ്ട്. അത് നോക്കിയേ. അതോ? നല്ല രസമുണ്ട്. പിന്നെ വാ അങ്ങോട്ട് പോവാ. എനിക്ക് എത്ര ഓർത്തിട്ടും മനസ്സിലാവാതെ നല്ലൊരു സൺഡേ. നീ എന്തിനു വെറുതെ ഇതൊക്കെ കാണാൻ എന്നെ പിടിച്ചോണ്ട് വന്നത്? നീയല്ലേ പറഞ്ഞത് നിനക്ക് വീട്ടിലിരുന്ന് ബോറടിക്കുന്നു. ഷോപ്പിംഗ് പ്ലാനിനേക്കാൾ എന്തായാലും ബെറ്റർ തന്നെ. നിനക്ക് ഇൻസ്റ്റാളേഷൻസ് എല്ലാം ഇഷ്ടമില്ലാത്തുള്ളൂ. അപ്പുറത്ത് നല്ല പെയിന്റിങ്സ് ഉണ്ട്, അവിടെ കിട്ടും. ബെസ്റ്റ്. കെട്ടി തൂക്കിയിട്ടേക്ക് കണ്ടിട്ടൊന്നും മനസ്സിലാകല്ലോ ഒരു പെയിന്റ്. അയ്യേ, ഇതെന്താ ഈ ചവറൊക്കെ? നീ ഇങ്ങനെ പുച്ഛിക്കല്ലേ, ഇതിന് എന്തെങ്കിലുമൊക്കെ മീനിങ് ഉണ്ടാവും. തേങ്ങയാണ്. ഇവർക്കൊക്കെ വല്ല നല്ല സീനറിയോ നമ്മളെ പോലെ ഭംഗിയുള്ള പെൺകുട്ടികളോ അങ്ങനെ എന്തെങ്കിലും ചെയ്തുകൂടെ? ഒന്നെങ്കിൽ ഡിപ്രഷൻ അല്ലെങ്കിൽ തട്ടിക്കൂട്ട്. ഈ രണ്ട് എക്സ്ട്രീംസ് ഞാൻ ഇതിലൊക്കെ കാണുന്നുള്ളൂ. എന്താ തട്ടിക്കൂട്ടോ? ഈ ഇൻസ്റ്റലേഷൻ ചെയ്യാത്ത സമയത്തിലാണെന്ന് അറിയുന്നത് എനിക്ക് 2 മാസം. 2 മാസോ? ഇതിനോ? ഒന്ന് പോമാശേ. അല്ല, പണിയറിയില്ലെങ്കിൽ ഇപ്പോൾ 2-3 ദിവസമൊക്കെ എടുത്തു വരും. അല്ല, നീ വലിയ ആർട്ട് ലവറാന്നല്ലേ പറഞ്ഞേ? ഇതിലേക്ക് നോക്കിയിട്ട് എന്താ ഇത്ര വലിയ അർത്ഥം എന്നൊന്ന് പറഞ്ഞേ. ഇതെങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്ത് വായി കുത്തിക്കേണ്ട സാധനമല്ല. സമയവും താല്പര്യമുള്ളവരോട് വന്നത് കണ്ട് സ്വയം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അല്ലാതെ തന്നെ പോലെ സമയം കളയാനും ബുദ്ധിജീവി ചമയാനും വേണ്ടി വരുന്നവർക്കുള്ള സ്ഥലമല്ല. എന്നാ പിന്നെ അങ്ങനത്തെ ആൾക്കാർക്ക് വന്നുകൂടാന്ന് പുറത്തുവല്ലോ എഴുതി വെച്ചുകൂടായിരുന്നു. അങ്ങനെ പ്രത്യേകിച്ച് എഴുതി വെക്കേണ്ട കാര്യമുണ്ട്. ഇത് കണ്ടാൽ മനസ്സിലാക്കട്ടെ, മിനിമം സെൻസറുകൾക്ക് പറ്റിയ സ്ഥലമാണ്. അല്ല, താൻ തന്നെ വെറുതെ ഇങ്ങനെ ഷോ ഇറക്കുന്നത്? അല്ല, ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത് അവിടെ ഫുള്ള് പ്രശ്നമാണ്. ഇങ്ങോട്ട് വഴി കാണിച്ചു തരാം. എന്റെ പറയാം ആരെ പ്രശ്നം ഉണ്ടാക്കുന്നത് കാണുമല്ലോ. എങ്ങോട്ട് പോകണം? ഈ ഫ്രോഡിന്റെ മൂടുണ്ടായി നടക്കുന്നത് ചെയ്യാൻ നിങ്ങളൊന്ന് മാറുന്നേ, ഒന്ന് സഹകരിക്കും പ്ലീസ്. ഇങ്ങ് വന്നേ. എന്താ നീ തട്ടിക്കൂട്ടാന്ന് പറഞ്ഞതിൽ എന്തൊക്കെയാണെന്ന് നോക്കി വന്നേ. കൊണ്ടൊന്നും തോന്നരുത്, നീ കാണിച്ച മഹാബോറായിപ്പോയി. പക്ഷെ നീ കണ്ടതല്ലേ എന്തൊരു ദേഷ്യം ആരോഗ്യൻസും ഒക്കെ ആയിരുന്നു അയക്ക്. കഴിവുണ്ടെന്ന് വെച്ച് ഇങ്ങനെ ഓവറാവാനൊന്നും പാടില്ല. ആണല്ലേ? നീ കഷ്ടപ്പെട്ട് ചെയ്ത് നിന്റെ റിസർച്ച് മെറ്റീരിയൽ കൊണ്ട് നീ നിന്റെ ഗൈഡിൻ്റെ അടുത്ത് പോവാ. അപ്പം അയാൾ നിന്റെ മുഖത്ത് നോക്കി പറയുന്നത് 10 പൈസയെ കൊള്ളൂലെന്ന്. നീ എന്ത് ചെയ്യും? അയാളെ കൊല്ലും ആയിരിക്കും. ആണല്ലേ? അത്ര അയാളും ചെയ്തുള്ളൂ. ഒരു സോറി പറയണോ? പറയുന്നത് നല്ലതാ, പക്ഷെ നീ ഇപ്പം അയാളുടെ അടുത്ത് ചെന്നാൽ തല്ല് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് പോണ്ട. ഹലോ, ഏയ് അതെ, നമുക്ക് പോണ്ടേ? എനിക്ക് ട്രെയിൻ ഉണ്ട് വൈകുന്നേരം. അതെ, ഒരു കാര്യം ചെയ്തോ, നമുക്ക് അടുത്ത ആഴ്ച കാണാം. ഇതൊന്ന് സോൾവ് ആക്കിയില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം കിട്ടില്ല. നമുക്ക് നെക്സ്റ്റ് വീക്ക് കാണാം. ഓക്കെ, ബൈ. കാണാം. ബൈ. വേറൊരു പടം കിട്ടിയില്ല, അയാളുടെ തുണിയില്ലാത്ത പടം തന്നെ വരച്ചു വെക്കാൻ. നീയൊക്കെ ഇവന്റെ വലിയ സപ്പോർട്ട്. കഴിഞ്ഞു, ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്ത് കാര്യം? ഞാൻ അവിടെ ഉണ്ടാവും. എക്സ്ക്യൂസ് മീ. എടോ, തനിക്ക് ബന്ധമുണ്ട്?
സത്യം പറഞ്ഞാൽ എനിക്കൊരു കോഫി കിട്ടിയ അതിന് എടോ അതിന് ഞാനിപ്പോ എന്താ എടോ ചിൽ അതെ നേരത്തെ ഇങ്ങനെ ഔട്ട് ഓഫ് ദി ബ്ലൂ താൻ പെട്ടെന്ന് ഒരു ദേഷ്യപ്പെട്ടു വന്നപ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഞാൻ എന്തൊക്കെയോ പറഞ്ഞതാ. എനിക്കറിയാം ഞാൻ കുറച്ച് ഓവറായിരുന്നു. ഐ എം റിയലി കുറച്ചൊന്നുമില്ല, താൻ ഭയങ്കര ഓവർ. എടോ താൻ നേരത്തെ പറഞ്ഞ പോലില്ലേ എനിക്ക് തീരെ താല്പര്യമോ വിവരമോ ഒന്നും ഇല്ലാത്തൊരു ഫീൽഡാണ്. കൂടെ കണ്ട ഫ്രണ്ടില്ലേ അവൾ പിടിച്ച് കയറ്റിയതാ. എന്നിട്ട് ട്രെയിൻ മിസ്സാവും എന്ന് പറഞ്ഞ് അവൾ പോവുകയും ചെയ്തു. സത്യമായിട്ടും ഇനി മേലെ ഞാൻ റിപ്പീറ്റ് ചെയ്യത്തില്ല. ഉറപ്പാണോ? ആ ഇനി മേലാൽ ഇങ്ങനെ എക്സിബിഷൻ്റെ എഴുത്ത് വന്നത് ആ മാത്രമല്ല അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളെ പറ്റി മിണ്ടിപ്പോരും. ആ ഇത് രണ്ടും ഓക്കെയാണെങ്കിൽ വേണേ കാപ്പി പിടിക്കാൻ പോവാം. ആ എൻ്റെ പേര് നിഹാരിക. ക്ലോസ് ആയിട്ടുള്ളവർ നിഹ എന്ന് വിളിക്കും. ഇവിടെ ഒരു റിസർച്ചും പരിപാടിയൊക്കെ ആയിട്ടാണ്. ലൂക്ക. ക്ലോസ് ആയവരും ക്ലോസ് അല്ലാത്തവരൊക്കെ അങ്ങനെ തന്നെ വിളിക്കാം. ഇത് തന്നെ സ്ഥലം, ഇതൊക്കെ തന്നെ പരിപാടി. എടോ പിന്നെ നേരത്തെ ഇതിനെ ശരിക്കും സോറി കേട്ടോ. ആ ആർട്ട് വർക്കിന് എന്തിനാ അത്രയും ദിവസം എടുത്തതെന്ന് എനിക്ക് ഒന്ന് നേരെ നോക്കിയപ്പോഴാണ് മനസ്സിലായത്. ക്ഷമിച്ചിരിക്കുന്നു. എടോ സാരമില്ലടോ, അത് എൻ്റെ മാത്രം പ്രശ്നമൊന്നുമില്ല. നമ്മൾ ആരും അക്കാര്യത്തിൽ മോശമല്ല. പിടിച്ചു നിൽക്കാൻ വേണ്ടി എല്ലാത്തിലും കയറിയങ്ങ് പോയി. അത് ശരിയാ, പക്ഷേ തന്നെ പോലൊരു ആർട്ടിസ്റ്റ് ഇപ്പോൾ ഞാനിങ്ങനെ ഒരു നെഗറ്റീവ് കമൻറ്റ് പറയുമ്പോൾ ഇങ്ങനെ ചാടി കടിക്കാമോ? ഐ മീൻ യു ക്യാൻ ബി കുറച്ചുകൂടി ഓപ്പൺ ടു ക്രിറ്റിസിസം ആൻഡ് ഓൾ ദാറ്റ്. നോ ഹേയ്, അതൊക്കെ വേറെ ലെവൽ ആൾക്കാരല്ല. ഞാൻ വെറും സാധാ ലോക്കൽ. താൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു തട്ടിക്കൂട്ട്. അപ്പോൾ എനിക്ക് കയറിയങ്ങ് കൊള്ളും. പിന്നെ അവന്മാർക്കും കൊള്ളുന്നുണ്ട്. അവന്മാർ മനസ്സിൽ വിളിക്കുന്ന തെറി ഞാൻ പുറത്ത് വിളിക്കുന്നു, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ പൊതുവേ കുറച്ച് ദേഷ്യം കൂടുതലുള്ള ടൈപ്പാണ്. അപ്പോൾ എൻ്റെ വകെ ഒരു സോറി പിടിച്ചോ. കുറച്ചധികം എന്ന് പറ. അതെ, ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയ സിറ്റിയിലേക്ക് പോകാൻ വല്ല ബസ്സോ ഓട്ടോയോ വല്ലതും കിട്ടുമോ? ഓ, നമ്മൾ ഇവിടുത്തെ കാര്യം അല്ലല്ലോ അല്ലേ. ഇതിലൊക്കെ കയറിയാൽ ഇറങ്ങേണ്ട സ്ഥലം അറിയാമോ? നന്നായി. ഏതായാലും ഞാൻ അവിടെ മുങ്ങി. വേണമെങ്കിൽ ഞാൻ പോകുന്ന വഴിക്ക് ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ. പോകേണ്ട സ്ഥലത്തിൻ്റെ അഡ്രസ്സ് വല്ലതും അറിയാമോ? ആ, അഡ്രസ്സ് ബാഗിലുണ്ട്. എന്നാ നടക്കാം.